Remember the days we were young, wild and free, basic getting sprung. We used to dance the night away, hang out the whole next day, laughing, having fun. ഹലോ, അപ്പം ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കോളേജിലത്തെ ഓണം സെലിബ്രേഷൻ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിയായപ്പോൾ എണീച്ചിരുന്നു. ബിക്കോസ് സാരിയൊക്കെ എടുത്ത് പോകാനുള്ളതല്ലേ. ഞാൻ സാരി അല്ല, ഹാഫ് സാരിയാണ് കേട്ടോ എടുത്തിരുന്നത്. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ അത്തപ്പൂവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫ്ലവർ പിച്ചിടാനും റെഡിയാക്കാനൊക്കെ വേണ്ടിക്കാണ്ട് ഞാനും നെഹി നേരത്തെ ഇറങ്ങിക്കണം കേട്ടോ. ഒരു 8 മണി ആവണതിന് മുന്നേ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയിരുന്നു. പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം 9 o'clock ആണ്. ബട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. 4 ടീംസായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. അതിലത്തെ ഫസ്റ്റത്തെ ടീമായിരുന്നു കേട്ടോ ഞങ്ങളത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്തപ്പൂവ് ഇടാനൊന്നും ഒട്ടുമേ അറിയില്ല. അത്തപ്പൂവ് എന്നല്ല, ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഡ്രോയിങ് അതൊന്നും തീരെ അടുത്തു കൂടെ പോവാത്ത ആളാണ് ഞാൻ. എന്നിട്ട് നേഹക്ക് നല്ല വൈക്കോട്ടോ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന്. അപ്പോൾ പിന്നെ ഓളായിരുന്നു എൻ്റെ ആകമൊത്തമുള്ള പ്രതീക്ഷ. ഓളെ മുന്നേ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇട്ടിരുന്ന അത്തപ്പൂവ് തന്നെ സെയിം ആണ് ഇവിടെ ഇട്ടത്. അതിട്ടപ്പോൾ ഓൾക്ക് അവിടെ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഓൾക്ക് അത് ഇടാനറിയാം. അപ്പോൾ പിന്നെ അതന്നെ ചെയ്യാമെന്ന് വെച്ചു. ഫ്ലവേഴ്സൊക്കെ ഞങ്ങളുടെ ടീമത്തെ ഒരാളാട്ടോ വാങ്ങിയത്. എന്നിട്ട് വേറൊരു കുട്ടീൻ്റെ ഹോസ്റ്റലിലാണ് ഫ്ലവേഴ്സ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു നേരത്തെ വന്നിക്കോട്ടോ. ഞങ്ങൾ വരണീനി മുന്നേ ഒരു വന്നിക്കണു. പക്ഷേ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിരുന്നില്ല. ബിക്കോസ് അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നു. ഞങ്ങൾ വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓഡിറ്റോറിയത്തിൽ കയറിയത്. സത്യം പറഞ്ഞാൽ അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ടൈം കഴിയുമ്പോഴൊക്കെ ഈ അത്തപ്പൂവൊക്കെ ഇട്ട് കഴിയുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പോരാത്തിന് കരുതിയ പോലെ തന്നെ സാധനം കിട്ടുമെന്ന് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. ചില ടീംസൊക്കെ ഫ്ലവർ ഓൾറെഡി പിച്ചിട്ട് കൊടുന്നിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ അവിടെ നിന്നാണ് പിച്ച് ചെയ്തത്. അപ്പം ഇനി അത് കാരണം ഞങ്ങൾക്ക് ടൈം കിട്ടൂലേ, ആദ്യം തന്നെ പിച്ച് ചെയ്യാൻ മതിയായിരുന്നു. അങ്ങനെ ഓരോ തോട്ട്സും ഉണ്ട്. ആദ്യം അത്തപ്പൂവ് ഇടുന്ന ടൈമിൽ ആകെ 4-5 ആൾക്കാരുള്ളുണ്ട്. 3 ആൾക്കാർ വെച്ചങ്ങാണ്ട് നമുക്ക് നിന്നാൽ പെട്ടെന്ന് കഴിയൂല എന്നറിയാം. അങ്ങനെ ഏതായാലും സാധനം അവസാനമായപ്പോഴൊക്കെ റെഡിയായി വന്നു കേട്ടോ. ടൈം കഴിയണീന് മുന്നായിട്ട്. ആദ്യം 8 മണി to 9 മണി വരെയാണ് അത്തപ്പൂവിൻ്റെ ടൈം എന്നാണ് പറഞ്ഞത്. പക്ഷെ സത്യം ആയപ്പോഴാണ് അത്തപ്പൂവിടൽ കയ്യും ചെയ്തിരിക്കണത്. പിന്നെ ഇതിന് പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് കിട്ടുന്ന ടീംസിനാണേലും സെക്കൻഡിനാണേലും ഒക്കെ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് ഫസ്റ്റ് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ, ടൈം ആകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ മതി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കും ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയെന്നൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുകയൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ ലുക്ക്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. തിരുവാതിര ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ സോങ്സ് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ സെമി ക്ലാസിക്കൽ കളിച്ചിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പരിപാടിയും കാണാൻ ഞാനും ഡാൻസ് കളിച്ചിരുന്നു കേട്ടോ. ഞങ്ങളെ ഹോസ്റ്റലിലുള്ള 4 ആൾക്കാർ പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല. എന്താ വെച്ചാൽ അതിലുള്ളവർക്ക് അങ്ങനെ വീഡിയോ ഇടുന്നത് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ടൈം ഇതന്നെയൊന്നുമില്ല, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഓണ പ്രോഗ്രാമിൽ ബോറടിച്ചിരുന്നില്ല കേട്ടോ. കാരണം അവർ അങ്ങനത്തെ രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരുന്നത്. അതായത് ഡാൻസിൻ്റെ അടിയിൽ പാട്ട്, പിന്നെ അതിൻ്റെ അടിയിൽ ബോറടിക്കുമ്പോൾ ക്വസ്റ്റ്യൻസും ചോദിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അതിൻ്റെ ഇടയിൽ പുറത്തുനിന്ന് ഒരു മാവേലി വന്നിരുന്നു. മൂപ്പരും ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ തരുമൊക്കെ ചെയ്തിരുന്നു കേട്ടോ. സ്റ്റേജിൽ ഡാൻസ് നടക്കുമ്പോൾ ഹാളിൽ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ച വരെയായിരുന്നു ഡാൻസും പ്രോഗ്രാംസൊക്കെ. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സദ്യ കഴിച്ചു. സദ്യ നല്ല അത്യാവശ്യം ടേസ്റ്റുള്ള സദ്യയായിരുന്നു. 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഗെയിംസിലോട്ട് പോയത്. പക്ഷേ ഗെയിംസിൻ്റെ വീഡിയോ ഒന്നുമേ എടുക്കാൻ പറ്റിയില്ല. കാരണം ഐഫോണിൻ്റെ സ്വഭാവം ഇറക്കി, അതായത് ചാർജ് കയ്യൽ. ഞാനാണെങ്കിൽ ആ സ്വഭാവം കണ്ടറിഞ്ഞിട്ട് ചാർജറൊന്നും കൊണ്ടുവന്നതുമില്ല. അപ്പം പിന്നെ അവിടെ ഞാൻ കിളിപോയ പോലെ വീഡിയോ എടുക്കാതെ നിന്നു. ഓൾസോ അതിൻ്റെ ഇടയിൽ ഫാക്കൽറ്റീസ് ഡാൻസ് കളിച്ചു. അതുപോലെ തന്നെ എല്ലാവരും റാമ്പ് വാക്ക് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരുന്നു കേട്ടോ. റൈറ്റ്, സുന്ദരിക്ക് സാരി ഇടിപ്പിക്കൽ, സാരി പൊട്ട് തൊടിക്കൽ, പിന്നെ തഗ് ഓഫ് വാർ, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ഒന്നിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ബട്ട് യു ഗൈസ് നോ വാട്ട്സ് ദ ബെസ്റ്റ് പാർട്ട്? ഇതെന്താ വെച്ചാൽ ഫാഷൻ വീക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ റാമ്പ് വാക്കിന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ്. പിന്നെ
ഞങ്ങളെ പൂക്കളത്തിന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. ഇങ്ങനെ ക്യാഷ് പ്രൈസ് ആയിട്ട് 2000 rupees ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചോക്കാം. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ പ്രൈസ്. ഇത് ഇന്നലെ കിട്ടിയിട്ട് ഞാൻ ഇതുവരെ തുറക്കാതെ വെച്ചു. ബാക്കിയുള്ളവരൊക്കെ പൊട്ടിച്ചിക്കണു, പക്ഷെ ഞാൻ ചെയ്തില്ല. അപ്പം നമുക്കിത് ഇതെന്തായാലും തിന്നാലോ ഇപ്പം തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങളായിരുന്നു കേട്ടോ. സംഭവം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഗിഫ്റ്റായിട്ട് ഒരു ഇങ്ങനെ ഹെൽത്ത് വൈസ് നോക്കിയിട്ടാണ് തന്നത്, ചോക്ലേറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇനിയാണ് ബെസ്റ്റ് പാർട്ട്. എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ പോവുകയാണ്. ഞങ്ങൾക്ക് 30 days ലീവ് ഉണ്ട് കേട്ടോ. 10 അല്ല 30 days ആണ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കണ്ട് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അതും 13 days ആണ് ലീവ്. ഇവിടെ ചേർന്നതിന് ശേഷം ഇത്ര ലീവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സന്തോഷം നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം 30 days ഇനി വീട്ടിൽ നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ വീട്ടിൽ പോവുകയാണല്ലോ. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി നേരെ ബസ് സ്റ്റാൻഡിൽ പോവും. അതിന് മുന്നേ ചിലപ്പോൾ ഞങ്ങൾ പപ്സ് തിന്നും. എന്നിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോവും. എന്നിട്ട് ബസ് കയറും, വീട്ടിലെത്തും. അതുപോലെ തന്നെ ഇന്നത്തെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ അവിടുത്തെ വാർഡൻ ഉണ്ട് കേട്ടോ. ഞങ്ങളെ ആൻറ്റി ഡിയാട്രിസ് പറഞ്ഞിട്ട് ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് പോവുകയാണ്. ഓരവിടെ കുറേ കാലമായിട്ടുള്ളതാണ് കേട്ടോ, എത്രയോ വർഷങ്ങളായിട്ടുള്ളത്. അവിടെ 3 വാർഡനാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ 37 പോവുകയാണ് കേട്ടോ ഇന്നത്തോട് കൂടി. അപ്പോൾ അതിന് മുന്നേറ്റ് ഞങ്ങൾ അവിടെ ഇന്നലെ പരിപാടിയൊക്കെ നടത്തിയിരുന്നു കേട്ടോ. അവിടുത്തെ വാർഡനായിട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. ശരിക്കും ഫ്രണ്ട്സിൻ്റെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പപ്സ് കഴിക്കാൻ പോയി. അതും എന്താ അറിയില്ല, ഇന്നത്തെ പപ്സ് നല്ല വലിയ പപ്സ് ആയിരുന്നു കേട്ടോ. അതെൻ്റെ പൊലിവിലാണ് ഞാനിപ്പോൾ. അങ്ങനെ പപ്സ് ലൈമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവുകയാണ്. ഇത്രയും ഒരു ഹാപ്പിനെസ് ആയിട്ടൊരു സംഭവം ഇനിയില്ല. കാരണം എന്നും വീട്ടിൽ പോകുമ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോരണ്ടേ ഒരു തോട്ട് ഉണ്ടാവലുണ്ട്. ഇനിയിപ്പോൾ അതില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട കേട്ടോ. ബൈ ബൈ.